ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിൽ വിചിത്രവാദവുമായി കർണാടകത്തിലെ BJP അധ്യക്ഷൻ ആർ അശോക രംഗത്ത് വന്നു. നിങ്ങൾക്കറിയുന്ന പോലെ 100ഓളം സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവെന്ന് മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞതാണ് ധർമ്മസ്ഥലയിലെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. വെളിപ്പെടുത്തലിന് പിന്നിൽ കേരള സർക്കാരിൻ്റെ അദൃശ്യമായ കരങ്ങളുണ്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. കേരളത്തിലാണ് ഗൂഢാലോചന നടന്നത്. കേരള സർക്കാരിന് വിഷയത്തിൽ പങ്കുണ്ടെന്ന് ആർ അശോക നേരത്തെയും ആരോപണം ഉന്നയിച്ചിരുന്നു. ಈಗ ಆಪಾದನೆ ಮಾಡ್ತಾ ಇರೋನು ಯಾರೋ ಒಬ್ಬ ಮುಸ್ಲಿಮು. ಇದಕ್ಕೆ ಫುಲ್ ಬ್ಯಾಕ್ ಗ್ರೌಂಡು ಕೇರಳ ಸರ್ಕಾರ. ಅವ್ರಿಗೇನು ಸಂಬಂಧ ಇದೆ? ಇಲ್ಲಿ ಆತ್ಮಹತ್ಯೆ ಆಗಿದೆ, ಕೊಲೆಗಳಾಗಿದೆ. ನಾನು ಕೂಡ ಈ ತನಿಖೆಯನ್ನ ಸ್ವಾಗತ ಮಾಡ್ತೀನಿ. ಈಗಾಗಲೇ ಧರ್ಮಸ್ಥಳದವರು ಸ್ವಾಗತ ಮಾಡಿದ್ದಾರೆ. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്നും തെളിവെടുപ്പ് തുടരും. നേരത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കുഴിച്ചു പരിശോധന നടത്താനും നീക്കമുണ്ട്. ധർമ്മസ്ഥലയിൽ നിന്നും നമ്മുടെ വാർത്താ സംഘം മുഹമ്മദ് റഹീസ് റിപ്പോർട്ട് ചെയ്യുന്നു. റഹീസ്, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിവരങ്ങൾ. മോർണിംഗ് SKN. അല്പസമയത്തിനകം തന്നെ ഈ തെളിവെടുപ്പ്, രണ്ടാം ദിവസത്തെ തെളിവെടുപ്പ് തുടങ്ങും. സ്പോട്ട് മാർക്കിംഗ് തുടങ്ങും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ നമ്മൾ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെയാണ് SIT സംഘമുള്ളത്. ആ SIT സംഘത്തിലെ പല ഉദ്യോഗസ്ഥരും റെഡിയായി വാഹനങ്ങളിലേക്ക് കയറുന്നു. ഒപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്, ഫോറൻസിക് വിദഗ്ധർ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്, വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെയും ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ SIT സംഘം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ധർമ്മസ്ഥലയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാവിലെ തെളിവെടുപ്പ് നടത്തുക എന്നതാവും പ്രധാന ലക്ഷ്യം. ഒരു 3 ഇടങ്ങൾ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ 3 ഇടങ്ങളിൽ കൂടി ഇന്നലെ നടത്തിയതിന് സമാനമായ പരിശോധന നടത്തുക, സ്പോട്ട് മാർക്കിംഗ് നടത്തുക, സ്ഥലം തിട്ടപ്പെടുത്തിയതിനു ശേഷം അവിടെ കാവൽ ഏർപ്പെടുത്തുക എന്നതാണ് ആദ്യത്തെ ദൗത്യം. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം ഒരു 20 അംഗ സംഘത്തിനെ ഈ SIT തയ്യാറാക്കിയിട്ടുണ്ട്. മണ്ണ് മാറ്റി പരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് ഇവരെ പ്രധാനമായും തയ്യാറെടുത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ സംഘത്തിനെ ഇന്ന് ഉച്ചയോടുകൂടി ധർമ്മസ്ഥലയിലേക്ക് എത്തിക്കുകയും അവിടെ കുഴിച്ചു പരിശോധന കൂടി നടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അതാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത്. ഇന്നലെ രാത്രി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെയും വിലയിരുത്തി അത് പോസിറ്റീവാണ് എന്നുള്ള അർത്ഥത്തിൽ, അന്വേഷണത്തിൻ്റെ ഒരു വേയിൽ അത് പോസിറ്റീവാണെന്ന് പോലീസ് പറയുന്നു. മറ്റൊരു വിചിത്രവാദവുമായിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മലയാളികളാണ്, കേരള സർക്കാരാണ് ഈ ഗൂഢാലോചനയുടെ പിന്നിലെന്നാണ്. സർക്കാരിൻ്റെ കരങ്ങൾ, കേരള സർക്കാരിൻ്റെ കരങ്ങളാണ് ഈ വെളിപ്പെടുത്തലിന് പിന്നിലുള്ളത്. വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഒരു മുസ്ലിമാണ്. ഗൂഢാലോചന മുഴുവൻ നടന്നത് കേരളത്തിലാണ് ഈ വിഷയം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കേരള സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഗൂഢാലോചന കേരളത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ അത് ക്ഷേത്രത്തിനെതിരെയുള്ള ഒരു അറ്റാക്ക് കൂടിയാക്കി ചിത്രീകരിക്കാനാണ് BJPയുടെ ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ഇന്നും ഞെട്ടിപ്പിക്കുന്ന ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.